ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ടു സന്ധ്യാസ് വ്ളോഗ്സ്. നമ്മളിന്ന് എവിടെയെന്നറിയാൻ വന്നിരിക്കുന്നത് ഇത് എറണാകുളം ജില്ലയിലെ കടവന്ത്രയിലുള്ള സോഷ്യൽ കിച്ചണിലേക്കാണ് വന്നിരിക്കുന്നത്. ഇത് കടവന്ത്രയിൽ ജവഹർ നഗറിലുള്ള സുഭാഷ് ചന്ദ്രബോസ് റോഡിലാണ് നമ്മുടെ സോഷ്യൽ കിച്ചൺ സ്ഥിതി ചെയ്യുന്നത്. എല്ലാ പ്രായക്കാർക്കും ഒരു അടിപൊളി വൈബ്സ് കിട്ടുന്ന ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ സോഷ്യൽ കിച്ചൺ. അതായത് നമ്മുടെ ടീനേജേഴ്സിനും മിഡിൽ ഏജ് ആൾക്കാർക്കും അതുപോലെ പ്രായമുള്ളവർക്കും ഒരുപോലെ നല്ല അടിപൊളി വൈബ്സ് ആണ് നമുക്ക് സോഷ്യൽ കിച്ചണിൽ നിന്ന് ലഭിക്കുന്നത്. നമ്മുടെ സോഷ്യൽ കിച്ചൺ ഒരു ഓപ്പൺ കിച്ചൺ ആണ്. ഇതിനകത്ത് എന്തെല്ലാമാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ള കാര്യമെല്ലാം നമുക്ക് കൗണ്ടറിൽ നിന്ന് കാണാൻ സാധിക്കും. എല്ലാ റെസ്റ്റോറൻറ്റ്സിലും നമുക്ക് ലഭിക്കുന്ന എല്ലാ തരം ഫുഡുകളും അത് കൂടാതെ ചില സ്പെഷ്യൽ ഫുഡുകൾ നമുക്കിവിടെ സോഷ്യൽ കിച്ചണിൽ ലഭിക്കുന്നതാണ്. എല്ലാത്തിനും ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ് കേട്ടോ. അത് ഇവിടുത്തെ ഒരു പ്രത്യേകത തന്നെയാണ്. സ്നാക്ക് ഐറ്റംസ്, ദോശ ഐറ്റംസ്, അതുപോലെ നോർത്ത് ഇന്ത്യൻ ഫുഡ് ഐറ്റംസ്, ചൈനീസ് ഐറ്റംസ് എല്ലാം നമ്മുടെ സോഷ്യൽ കിച്ചണിൽ ലഭ്യമാണ്. പിന്നെ ചാട്ട്സും ലഭ്യമാണ് കേട്ടോ. നമ്മുടെ പാവ് ഭാജി, സമൂസ ചാട്ട്, അങ്ങനെ എല്ലാ ചാട്ട് ഐറ്റംസും നമുക്കിവിടെ ലഭിക്കും. അതേപോലെ തന്നെ ജ്യൂസിൻ്റെ ഒരു സ്പെഷ്യൽ കൗണ്ടർ കൂടി നമ്മുടെ സോഷ്യൽ കിച്ചണിലുണ്ട്. അതായത് എല്ലാ ടൈപ്പ് ജ്യൂസുകളും, അതിന് പുറമെ അവൽ മിൽക്ക്, പിന്നെ ഷേക്സ്, അതുപോലെ സ്പെഷ്യൽ റോയൽ ഫെലൂഡ ഇതും നമ്മുടെ സോഷ്യൽ കിച്ചണിൽ സുലഭമായി ലഭിക്കുന്നതാണ്. ആകർഷണീയമായ ചെടികളോട് കൂടിയൊരു ചുറ്റുപാടും മിതമായ നിരക്കും എത്തിപ്പെടാനുള്ള സൗകര്യവും സ്വാദിഷ്ടമായ ഭക്ഷണവും നമ്മുടെ സോഷ്യൽ കിച്ചൻ്റെ മാറ്റിക്കൂട്ടുന്നു. വണ്ടി പാർക്ക് ചെയ്യാനാണെങ്കിൽ ആവശ്യത്തിലധികം സ്പേസും. യൂത്തിൻ്റെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു അടിപൊളി വൈബ്സ് അതാണ് നമുക്ക് സോഷ്യൽ കിച്ചണിൽ നിന്ന് ലഭിക്കുന്നത്. ബാംഗ്ലൂർ സ്റ്റൈലിലുള്ള ഒരു വിരുന്നൊരുക്കൽ തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്ക് അത്യാവശ്യമായി ധൃതി പിടിച്ച് വരുന്ന ആളുകൾക്കാണെങ്കിൽ ഇരുന്നൊന്നും കഴിക്കാൻ സമയമില്ലെങ്കിൽ അതൊരു പ്രശ്നമേ അല്ല. ഇവിടുന്ന് വാങ്ങിക്കുന്നു, അവിടെ നിന്ന് കഴിക്കാനുള്ള സൗകര്യം. അതായത് ഇവർ ഒരുപാട് മനോഹരമായ ടേബിളും ചെയേഴ്സും കൂടാതെ ടേബിൾസും മാത്രമായിട്ടുമുണ്ട്. അത്യാവശ്യത്തിന് പെട്ടെന്ന് ഒന്ന് കഴിച്ചിട്ട് ജോലിക്കോ അതുപോലെ എന്തെങ്കിലും ഒരു കാര്യത്തിന് പോകണമെന്നുണ്ടെങ്കിൽ വേഗം വന്ന് വണ്ടി പാർക്ക് ചെയ്ത് പെട്ടെന്ന് ബില്ലടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച ഐറ്റം അപ്പം തന്നെ റെഡി ആയിരിക്കും. കൗണ്ടറിൽ നിന്ന് വാങ്ങിക്കുന്നു, നമ്മുടെ ടേബിളിൻ്റെ മുകളിൽ കൊണ്ട് വെക്കുന്നു, അവിടെ നിന്ന് കഴിക്കുന്നു, അതങ്ങോട്ട് കഴിച്ച് എൻജോയ് ചെയ്ത് വേഗം നമുക്ക് നമ്മുടെ വണ്ടി എടുത്ത കാര്യങ്ങളിലേക്ക് കടക്കാം. അങ്ങനെ ഒരുപാട് സമയം ഇരുന്ന് സ്പെൻഡ് ചെയ്ത് കഴിക്കാൻ ഇല്ലാത്തവരുടെ കാര്യം ഞാൻ പറഞ്ഞത് കേട്ടോ. ഇനി അങ്ങനെ സമയമുള്ളവർക്കാണെങ്കിൽ ഫാമിലിയുടെ ഒപ്പവും അതുപോലെ തന്നെ ഫ്രണ്ട്സിൻ്റെ ഒപ്പവും അതുപോലെ നമ്മുടെ വൈഫിൻ്റെയും അതുപോലെ നമ്മുടെ ഹസ്ബൻഡിൻ്റെയും ഒപ്പം കുറച്ച് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിരുന്ന് നല്ല അടിപൊളിയായിട്ട് ഫുഡ് നല്ല അടിപൊളി ആംബിയൻസിൽ എൻജോയ് ചെയ്ത് കഴിക്കാനും നമ്മുടെ സോഷ്യൽ കിച്ചൺ എല്ലാവിധ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ സോഷ്യൽ കിച്ചൻ്റെ മാറ്റി കൂട്ടുവാനായി ഇവിടെ അടിപൊളിയായിട്ടുള്ള ഒരു ഗ്രീൻ ഗാർഡൻ ഇതിൻ്റെ ഫ്രണ്ടിലും അതുപോലെ സൈഡിലും ഉണ്ട്. എന്ത് ഭംഗിയാന്ന് നോക്കി ഗാർഡനും മൊത്തം ആംബിയൻസും കാണാൻ. ഇനി അധികം വൈകിപ്പിക്കുന്നില്ല, നമുക്ക് അകത്തേക്കൊന്ന് കയറിയാലോ. അപ്പം വരൂ, നമുക്ക് എല്ലാവർക്കും ഇതിനകത്ത് എന്തൊക്കെയാണ് വിശേഷങ്ങൾ, എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ നോക്കിയിട്ട് വന്നാലോ. അപ്പം ഞാൻ എല്ലാ ഫ്രണ്ട്സിനെയും ഇൻവൈറ്റ് ചെയ്യുന്നു നമ്മുടെ സോഷ്യൽ കിച്ചൻ്റെ വീഡിയോയിലേക്ക്, അതായത് നമ്മുടെ സന്ധ്യാസ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വരും. സോഷ്യൽ കിച്ചൻ്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ബിൽ സെക്ഷൻ ഉള്ളത്. അവിടെ നേരെ മുന്നിൽ തന്നെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. അത് കൂടാതെ ബിൽ സെക്ഷൻ്റെ നേരെ ഫ്രണ്ടിലായിട്ട് കംപ്ലീറ്റ് മെനു ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ മെനു നോക്കി നമുക്ക് ഏതൊക്കെയാണോ ആവശ്യമുള്ള ഫുഡ് നമുക്ക് അതവിടെ ഓർഡർ ചെയ്യാം. അവിടെ സ്റ്റാഫ് ഉണ്ട് നമ്മുടെ ബിൽ സെക്ഷനിൽ. നമുക്ക് ഏത് ഫുഡാണോ വേണ്ടത് ഓർഡർ ചെയ്ത് നമുക്ക് അവിടെ വെച്ച് ബില്ലടിക്കുകയും ചെയ്യാം. ബിൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പേരും നമ്മുടെ ഫോൺ നമ്പറും പറയാൻ മറക്കരുത് കേട്ടോ. കാരണം ഫുഡ് അവിടെ റെഡി ആയി കഴിയുമ്പോൾ നമ്മുടെ പേരായിരിക്കും അവിടെ മൈക്കിൽ കൂടി അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ ആ ടൈമിൽ നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കൗണ്ടറിൽ നിന്ന് ഫുഡ് ലഭിക്കുന്നതാണ്. പിന്നെ ഇത് ഓപ്പൺ കിച്ചൺ ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ, നമുക്ക് കാണാം കേട്ടോ അവിടെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് പോർഷനിൽ തന്നെ കാണുന്നത് സ്നാക്സിൻ്റെ ഒരു കൗണ്ടറാണ്. നമുക്ക് സ്നാക്സാണ് നമ്മൾ ഓർഡർ ചെയ്യണമെങ്കിൽ നമുക്ക് അപ്പം തന്നെ സ്നാക്സ് അവിടെ എടുത്ത് തരും. എന്നാൽ ദോശ അതുപോലെ നോർത്ത് ഇന്ത്യൻ ഫുഡ്സൊക്കെ ആണെങ്കിൽ നേരെ ബാക്ക് സൈഡിൽ, അത് ഓപ്പൺ കിച്ചണാണ്. നേരെ നമ്മുടെ സ്നാക്സ് സെക്ഷൻ്റെ നേരെ ബാക്ക് സൈഡിലാണ് ദോശ സെക്ഷൻ. അപ്പം നമുക്ക് അതെല്ലാം നമുക്ക് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഒരുപാട് ആളുകൾ നമ്മുടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പല വെറൈറ്റി ഫുഡ്സ് എല്ലാം ഇവിടെ ആളുകൾ ഓർഡർ ചെയ്ത് കഴിക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് ആളുകൾ പേര് വിളിക്കാൻ വെയിറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അവിടെ മൈക്കിൽ നമ്മുടെ പേര് അനൗൺസ് ചെയ്യുമ്പോൾ നമ്മൾ നേരെ കൗണ്ടറിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ സമയം തന്നെ നമ്മുടെ ഫുഡ് അവിടെ റെഡി ആയിരിക്കും. സാധാരണയായി നമ്മൾ റെസ്റ്റോറൻറ്റ്സിൽ നിന്ന് വാങ്ങുന്ന ഭക്ഷണം നമുക്കെല്ലാം അറിയാമല്ലോ. പക്ഷേ ആ ഓരോ ഭക്ഷണത്തിനും എനിക്കിവിടെ ഒരു വ്യത്യസ്തമായ രുചിയാണ് ഫീൽ ചെയ്തത്. എൻ്റെ വ്യൂവേഴ്സ് ഒരു പ്രാവശ്യം എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇവിടെ ഒന്ന് ഫുഡൊന്ന് കഴിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ ഞാനീ പറഞ്ഞ വ്യത്യസ്തമായ രുചി എൻ്റെ വ്യൂവേഴ്സിനും ഫീൽ ചെയ്യാൻ സാധിക്കും. പിന്നെ ഇവിടെ സ്പെഷ്യലായിട്ട് സൈഡിൽ ഇതുപോലെ ഫോർക്കും സ്പൂണും വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഫുഡ് റെഡിയായി കൗണ്ടറിൽ വരുമ്പോൾ അതിന് സ്പൂണോ ഫോർക്കോ ഉണ്ടാവുന്നതല്ല. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സ്പൂണും ഫോർക്കും ഈ സൈഡിൽ നിന്ന് നമുക്ക് നമ്മുടെ ഫുഡ് നമ്മുടെ ടേബിളിലേക്ക് കൊണ്ടുപോകാം. പിന്നെ ഒരു സ്പെഷ്യൽ കാര്യമുണ്ട് കേട്ടോ, ഇവിടെ സെൽഫ് സർവീസ് ആണ് കേട്ടോ.
നമ്മുടെ യങ്സ്റ്റേഴ്സിന് പറ്റിയൊരു സ്ഥലമായിട്ടാണ് എനിക്കിത് ഈ ഒരു ഭാഗം തോന്നിയത്. ഇത് നമ്മുടെ സോഷ്യൽ കിച്ചൻ്റെ റൈറ്റ് സൈഡ് പോർഷനാണ്. റൈറ്റ് സൈഡിലൊരു കോർണർ ഭാഗമാണ്. ഇത് നമ്മുടെ യങ്സ്റ്റേഴ്സ് കുട്ടികളെല്ലാം ജോലിയെല്ലാം കഴിഞ്ഞ് അവരുടെ ഫ്രണ്ട്സായിട്ട് വന്നിട്ട് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഫുഡ് റെഡി ആകുമ്പോൾ ആ ഫുഡ് ഇതുപോലെ ഇവിടെ ടേബിൾസ് ആണുള്ളത്, ചെയേഴ്സ് ഇല്ല കേട്ടോ. ഒരു ടേബിളിൽ കൊണ്ടുവന്ന് ഫ്രണ്ട്സായിട്ട് നല്ല എൻജോയ് ചെയ്ത് കഴിക്കുന്ന ഒരു കാഴ്ചയും ഞാനിവിടെ കാണാനിടയായി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതൊരു യങ്സ്റ്റേഴ്സിൻ്റെ ഭാഗമാണെന്ന് ഞാൻ പറഞ്ഞത്. കാരണം അവർക്ക് ചെയേഴ്സിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അവർ ടേബിളിൽ കൊണ്ടുവച്ച് സുഖമായിട്ട് വർത്താനമൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ട് ഫുഡ് എൻജോയ് ചെയ്ത് കഴിക്കുന്ന ഒരു കാഴ്ചയും ഇവിടെ കാണാനായിട്ട് ഇടയായി. ജ്യൂസിനും ഷേക്സിനും ഫലൂഡാസിനെല്ലാം സെപ്പറേറ്റ് സെക്ഷൻസ് ആണ് ഇവിടെ സോഷ്യൽ കിച്ചണിലുള്ളത്. ഏതെല്ലാം സ്നാക്സ് ആണോ അവൈലബിൾ ആയിട്ടുള്ളത് അതെല്ലാം നമ്മുടെ ഈ ഓപ്പൺ കിച്ചണിൽ, അതായത് നമ്മുടെ സോഷ്യൽ കിച്ചൻ്റെ ഓപ്പൺ കിച്ചണിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ആ കൗണ്ടറിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം. അവിടെ വെച്ച് തന്നെ നമുക്ക് ആ ടേബിളിലാണ് നമ്മുടെ ഓർഡർ ചെയ്ത ഫുഡ് വരുന്നത്. നമുക്ക് ഇതെല്ലാം ഏതൊക്കെയാണോ വേണ്ടത് അത് നോക്കിയിട്ട് നമുക്ക് അവിടെ ബില്ല് ചെയ്ത് നമുക്ക് അപ്പോൾ തന്നെ നമുക്ക് ഫുഡ് നമുക്ക് ലഭിക്കുന്നതുമാണ്. ഇവിടെ നല്ല തിരക്കാണ്. പ്രത്യേകിച്ചും ഞാൻ വന്നത് വൈകുന്നേര സമയവും അതും ശനിയാഴ്ചയും കൂടി ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ. പക്ഷേ പെട്ടെന്ന് ഫുഡ് ഓർഡർ ചെയ്ത് കഴിച്ചിട്ട് പോകണമെങ്കിൽ ഒരു പ്രയാസമില്ല. കാരണം ബില്ലടിക്കുക, പെട്ടെന്ന് നമുക്ക് ഫുഡ് റെഡിയായി കിട്ടും. ആ കൗണ്ടറിൽ ഉണ്ടാവും ഫുഡ്, നമ്മളത് എടുക്കുന്നു. ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഒരു ഇരുന്നൊന്നും കഴിക്കാൻ സമയമില്ലെങ്കിൽ വേണ്ട, നമുക്ക് ആ ഒരു ടേബിളിൽ കൊണ്ട് വെക്കാം. അവിടെ തന്നെ കഴിച്ചിട്ട് പെട്ടെന്ന് നമുക്ക് സ്ഥലം വിടുകയും ചെയ്യാം കേട്ടോ. എത്ര തന്നെ തിരക്കുണ്ടെങ്കിലും നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് പെട്ടെന്ന് തന്നെ കൗണ്ടറിലേക്ക് എത്തുന്നതാണ്. മിതമായ നിരക്കിൽ വൃത്തിയോട് കൂടിയുള്ള ഭക്ഷണം അതിസ്വാദിഷ്ടമായ രീതിയിൽ കൗണ്ടറുകളിലേക്ക് എത്തിപ്പെടുന്നു. അത് ഈ സോഷ്യൽ കിച്ചൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. അത് തീർച്ചയായിട്ടും എൻ്റെ വ്യൂവേഴ്സ് അനുഭവിച്ചറിയേണ്ടത് തന്നെയാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഈ സോഷ്യൽ കിച്ചണിൽ വന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കും. ഞങ്ങളിവിടെ കുറച്ച് അടിപൊളി ഫുഡ്സൊക്കെ ഓർഡർ ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്ന് ഞാൻ എൻ്റെ വ്യൂവേഴ്സിനെ ആയിട്ട് പരിചയപ്പെടുത്താം. ഇത് ഞാനൊരു കോംബോയാണ് വാങ്ങിച്ചത്. ഇത് വെജ് നൂഡിൽസ് ആണ്, അതിൻ്റെ കൂടെ ചില്ലി മഷ്റൂമും അതിൻ്റെ കൂടെ ഒരു സ്വീറ്റും. ഇതൊരു കോംബോയാണ് കേട്ടോ. അത് കൂടാതെ ഇത് നമ്മുടെ ഫ്രൈഡ് റൈസ് ആണ്. ഇത് മഷ്റൂം ഫ്രൈഡ് റൈസ് ആണ് വാങ്ങിച്ചത്. അതുപോലെ തന്നെ ചില്ലി മഷ്റൂമും വാങ്ങിച്ചു. ഇനി ഇത് പൊടി ദോശ വിത്ത് ഉഴുന്നുവട അതാണ് വാങ്ങിച്ചത്. പിന്നെ ചെറിയ ബേബി ഗീ റോസ്റ്റ് വാങ്ങിച്ചു. ഞങ്ങളുടെ കൂടെ ഒരു കുഞ്ഞു കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ബേബി ഗീ റോസ്റ്റാണ്, ചെറിയൊരു ഗീ റോസ്റ്റാണ് കേട്ടോ. അത് വാങ്ങിച്ചു. അപ്പോൾ ഇതെല്ലാമാണ് ഞങ്ങൾ വാങ്ങിച്ചത്. എക്സലൻറ്റ് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പോരാ, അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും തീർച്ചയായിട്ടും വന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ സോഷ്യൽ കിച്ചൺ. ഞാൻ എൻ്റെ ഫുഡ് ആസ്വദിച്ച് കഴിക്കുകയാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഞാൻ പറഞ്ഞില്ല, ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ. സൂപ്പറായിരുന്നു കേട്ടോ. ഇവിടുത്തെ ഒരു സ്പെഷ്യലാണ് ഇവിടുത്തെ റോയൽ ഫലൂഡ. അപ്പോൾ അതും ട്രൈ ചെയ്യാൻ മറന്നില്ല കേട്ടോ. എക്സലൻറ്റ് ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ ബട്ടൂരയും കൂടി ഒന്ന് ട്രൈ ചെയ്തു. ഫ്രണ്ട്സ്, ഇതെല്ലാം നമ്മൾ എൻജോയ് ചെയ്ത് കഴിച്ചു. അങ്ങനെ ഒരു അടിപൊളി ഡിന്നർ ആയിരുന്നു. എൻ്റെ എല്ലാ വ്യൂവേഴ്സും ഒരു പ്രാവശ്യമെങ്കിലും എറണാകുളം ജില്ലയിലുള്ള കടവന്ത്രയിലെ ഈ സോഷ്യൽ കിച്ചണിൽ വന്ന് ഒരു പ്രാവശ്യം ഇത് ഫുഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെല്ലാമാണ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഒരു ലൈക്കും ഷെയറും അതുപോലെ വാല്യുബിൾ കമൻസും മറക്കരുത് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ ഫ്രണ്ട്സ്. സ്റ്റേ ഹാപ്പി ഓൾവേസ് ഡിയർ.